ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് എബിൻ മാത്യു. അപ്പോൾ നമ്മുടെ UGC നെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? ഇനി വേറൊരു എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ മാസത്തിലാണ് നമ്മുടെ എക്സാം വരുന്നത് അല്ലേ? കഴിഞ്ഞ എക്സാമൊക്കെ ഒരുപാട് പേർക്ക് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റിയെന്ന് പറയുകയുണ്ടായി. എന്നാലും ചിലർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് പേപ്പറിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് മേടിക്കാമെന്നുള്ളതിനെയൊക്കെ പറ്റി നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ഇതിനകത്ത് നിന്ന് വരുന്ന തിയററ്റിക്കൽ പോർഷൻസ് നന്നായിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന മാർക്ക് മുഴുവൻ നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മേഖല, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, എൻവയോൺമെൻറ്റൽ സയൻസ്, ഇതിൽ നിന്നൊക്കെ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ടുള്ള വഴികൾ അതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് ഇനി വരാനായിട്ട് സാധ്യതയുള്ള ചില ചോദ്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. നോക്കിയേ, ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ട്രൂ എബൌട്ട് മെറ്റാകോഗ്നീഷൻ? മെറ്റാകോഗ്നീഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഓപ്ഷൻ ബി, ഹാവിങ് ആക്റ്റീവ് കൺട്രോൾ ഓവർ കൊഗ്നീഷൻ. ഓപ്ഷൻ സി, അറ്റൻഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഓപ്ഷൻ ഡി, തിങ്കിങ് എബൌട്ട് തിങ്കിങ്. അപ്പം 4 നല്ല ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ ആൻസറാണ് വരുന്നത്. അപ്പോൾ എന്താണ് മെറ്റാകോഗ്നീഷൻ എന്നുള്ളതിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ ക്ലാസ് അല്ലെങ്കിൽ BEd ഒക്കെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ചിട്ടുണ്ടാകും, അല്ലാതെയും വായിച്ചവരുണ്ടാകും മെറ്റാകോഗ്നീഷനെ പറ്റി. ഇതിൻ്റെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. കോമ്പിനേഷൻ ആൻസറാണ്. എന്താണ് ഈ മെറ്റാകോഗ്നീഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ 2 ആണ്. ബി ആൻഡ് ഡി ഒള്ളിയാണ്. എന്താണ് ബിയും ഡിയും എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിയേ, ഹാവിങ് ആക്റ്റീവ് കൺട്രോൾ ഓവർ തിങ്കിങ്, അതായത് നമ്മുടെ ചിന്തകളെ നമുക്ക് കൃത്യമായിട്ട് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെറ്റാകോഗ്നീഷൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. 2, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മെറ്റാകോഗ്നീഷനെ പറ്റി നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യം എന്താണ്? തിങ്കിങ് എബൌട്ട് തിങ്കിങ്. നമ്മുടെ ചിന്തകളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റാകോഗ്നീഷൻ എന്നുള്ള വാക്കുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ ചിന്തകളെപ്പറ്റി നമുക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളിൽ വളരെ കൺട്രോള്, സ്വാധീനം നമുക്കുണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ഉത്തരങ്ങൾ ബിയും ഡിയുമാണ് ഇതിൻ്റെ മെറ്റാകോഗ്നീഷൻ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനേഷൻ കണ്ടോ? 1-2 പോയിന്റുകൾ നമുക്ക് നോക്കിപ്പോകാം. ദ ടേം മെറ്റാകോഗ്നീഷൻ വാസ് കോയിൻഡ് ബൈ ജോൺ ഫ്ലാവെലാണ്. ജോൺ ഫ്ലാവെലാണ് മെറ്റാകോഗ്നീഷൻ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കോയിൻ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഫ്ലാവെൽ, മെറ്റാകോഗ്നീഷൻ കൺസിസ്റ്റ് ഓഫ് ബോത്ത് മെറ്റാകോഗ്നിറ്റീവ് നോളജ് ആൻഡ് മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് ഓർ റെഗുലേഷൻ. കണ്ടോ, മെറ്റാകോഗ്നിറ്റീവ് നോളജ് ആൻഡ് മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ്, ഇത് രണ്ടും കൂടെ ഉൾക്കൊള്ളുന്നതാണ് മെറ്റാകോഗ്നീഷൻ എന്നാണ് ജോൺ ഫ്ലാവെല് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി മെറ്റാകോഗ്നീഷനെ വളരെ നമുക്ക് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, തിങ്കിങ് എബൌട്ട് തിങ്കിങ് ഓർ ലേണിംഗ് ഹൗ ടു ലേൺ. ഓക്കെ, നമ്മൾ പഠിക്കുകയാണ് എങ്ങനെ പഠിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള വളരെ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുമ്പോൾ അതിലകത്തുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വന്ന് അതിൽ നിന്ന് ഇനി എന്ത് ചോദിക്കാം എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ നമ്മുടെ വിജയം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. സ്റ്റേറ്റ്മെൻ്റ് ആണ്, 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കൊളാബറേറ്റീവ് ലേണിംഗ് ഈസ് എ സെനാറിയോ വെയറിൻ ദ പീപ്പിൾസ് വർക്ക് വിത്ത് ദെയർ പിയേഴ്സ് ടു ലേൺ ആൻഡ് ഗ്രോ വിത്ത് ദം. ഓക്കെ, കൊളാബറേറ്റീവ് ലേണിങ്ങിനെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, ടീച്ചേഴ്സ് നീഡ് ടു എൻഷുർ ദാറ്റ് എ സ്റ്റുഡൻസ് പ്രയർ ലേണിംഗ് ഈസ് ലിങ്ക്ഡ് വിത്ത് ന്യൂ ഐഡിയാസ് ടു എസ്റ്റാബ്ലിഷ് എ ബെറ്റർ നോളജ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊളാബറേറ്റീവ് ലേണിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? പീപ്പിൾസ് വർക്ക് വിത്ത് ദെയർ പിയേഴ്സ് ടു ലേൺ ആൻഡ് ഗ്രോത്ത് വിത്ത് ദം അല്ലേ? കുട്ടികൾ അവരുടെ സമപ്രായക്കാരുള്ള കുട്ടികളുമായിട്ട് ഒരുമിച്ച്
പഠിച്ച് വളരുന്നതിനെയാണ് നമ്മൾ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ ടീച്ചേഴ്സ് നീഡ് ടു എൻഷുർ ദാറ്റ് സ്റ്റുഡൻസ് പ്രയർ ലേണിംഗ് ഈസ് ലിങ്ക്ഡ് വിത്ത് ന്യൂ ഐഡിയാസ്. അതായത് കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മുമ്പുണ്ടായിരുന്ന അറിവുമായിട്ട് കണക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിലെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1ഉം 2ഉം ശരിയാണ് എന്നുള്ള ആൻസറാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണെന്ന് പറയുന്നു. മൂന്നാമത്തത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ രണ്ടും തെറ്റാണെന്നാണ് പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് 2 ഈസ് 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഇൻകറക്റ്റ് കേട്ടോ. അത് തെറ്റി വന്നതാണ്. നോക്കാം നമുക്ക് അതിൻ്റെ ഉത്തരം എന്താണ് എന്നുള്ളത് നോക്കാം. ഓപ്ഷൻ 1 ആണ് കേട്ടോ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് അല്ലേ. കൊളാബറേറ്റീവ് ലേണിംഗ് നമ്മൾ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിച്ചു വളരുന്നതിനെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രയർ നോളജ് ഉണ്ടെങ്കിൽ അത് അവരുടെ പഠനത്തെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ് ശരിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിനി അടുത്ത ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൂൾ യൂസ്ഡ് ആസ് എ വെർച്വൽ പിൻ ബോർഡ് ഓർ ഓൺലൈൻ പോസ്റ്റ് ഇറ്റ് ബോർഡ് വിത്ത് എ യൂണിക് URL? Okay, which of the following is a tool used as a virtual pin board or online post it board with a unique URL എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? Mentimeter, Padlet, Cout and Zoom. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓൾറെഡി അവിടെ ഉണ്ട്. എന്താണ്? ആൻസർ 2 ആണ് അല്ലേ. പാഡ്ലെറ്റ് ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ടേമുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. നമ്മളിങ്ങനെ ഒരു ചോദ്യം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് നമ്മൾക്ക് ആൻസർ എന്താണ് എന്നുള്ളത് ജസ്റ്റ് നോക്കി പോകാതെ ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടെ നോക്കണം. അതാണ് നമ്മൾ ഈ നെറ്റ് എക്സാമിന് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു രീതി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ. മെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് എ സ്വീഡിഷ് കമ്പനി ബേസ്ഡ് ഇൻ സ്റ്റോക്ക്ഹോം ദാറ്റ് ഡെവലപ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ആൻഡ് എംപോണിമസ് ആപ്പ് യൂസ് ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻസ് വിത്ത് റിയൽ ടൈം ഫീഡ്ബാക്ക്. അപ്പം മെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്വീഡിഷ് കമ്പനിയാണ് കേട്ടോ. ഓക്കെ, റിയൽ ടൈം പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് വിദ്യാഭ്യാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുപോലെ തന്നെ പാഡ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ വെഴ്സറ്റൽ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് വെർച്വൽ പോസ്റ്റ് ബോർഡ് ദാറ്റ് ക്യാൻ ബി ഷെയർഡ് വിത്ത് യുവർ സ്റ്റുഡൻസ് ഐദർ ഇൻ ക്ലാസ് ഓർ ആസ് ആൻ എക്സ്റ്റൻഷൻ ടു ദെയർ ലേണിംഗ്. ഓക്കെ, അപ്പോൾ പാഡ്ലെറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെഴ്സറ്റൽ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് വെർച്വൽ പോസ്റ്റ് ബോർഡാണ്, ഒരു ബോർഡാണ്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ഷെയർഡ് വിത്ത് യുവർ സ്റ്റുഡൻസ്. അപ്പോൾ അത് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും അതിലുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്ത് അവർക്കൂടെ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പാഡ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങളെല്ലാം നമ്മൾ ടീച്ചിങ്ങിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പത്രവായനയും അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് നമുക്ക് ഒരുപാട് സഹായകരമാണ്. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. സ്വയം പ്രഭ എന്ന് പറയുന്ന ആ ഒരു സ്കീമിലുള്ള ചാനൽസിനെ പറ്റിയാണ്. ഓക്കെ, ചാനൽസ് ഓഫ് സ്വയം പ്രഭ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സവിശേഷത എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദ നാഷണൽ കോഓർഡിനേറ്റർ ഓഫ് ചാനൽ 1 to 10 ഈസ് CEC UGC. ഓക്കെ, അതുപോലെ തന്നെ നാഷണൽ കോഓർഡിനേറ്റർ ഓഫ് ചാനൽ 11 to 16 ഈസ് IIT ബോംബെ. നാഷണൽ കോഓർഡിനേറ്റർ ഓഫ് ചാനൽ 17 to 20 ഈസ് IGNOU. ഓക്കെ, അപ്പോൾ സ്വയംപ്രഭ എന്ന് പറയുന്ന നമുക്കറിയാം അതിലൂടെ ഗവൺമെൻറ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ
അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആരൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് എന്നാണ് നമുക്കിവിടെ കണ്ടെത്താനായിട്ട് ഉള്ളത്. അപ്പോൾ അതിലെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിന് ആൻസർ വന്നിരിക്കുന്നത് എന്താണ്? എ ഒള്ളിയാണ്. അതിൽ കൃത്യമായിട്ടുള്ള ആൻസർ എ ഒള്ളിയാണ്. അപ്പോൾ സ്വയം പ്രഭ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൽ ദ നാഷണൽ കോർഡിനേറ്റർ ഓഫ് ചാനൽ 1 to 10 ഈസ് CEC, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കൗൺസിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനുമാണ് 1 മുതൽ 10 വരെയുള്ള ചാനലുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടാമത്തേലും മൂന്നാമത്തെ ഓപ്ഷൻസ് തെറ്റി വന്നത് എന്താണ്? നാഷണൽ കോർഡിനേറ്റർ ഓഫ് ചാനൽസ് 11 to 16 ഈസ് IIT ബോംബെ അല്ല, അത് ആരാണ്? അത് ഇഗ്നോ ആണ്. 1 to 16 ഇഗ്നോയാണ്. അതുപോലെ തന്നെ 17 to 20 എന്ന് പറയുന്നത് ആരാണ്? അത് IIT ബോംബെ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പരീക്ഷകൾക്ക് ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ സ്വയംപ്രഭ എന്ന് പറയുന്ന ചാനലിനെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ സ്വയം എന്ന് പറയുന്ന പോർട്ടലിനെ പറ്റിയും ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, ആപ്ലിക്കേഷൻ ഓഫ് അബ്സ്ട്രാക്റ്റ് നോളജ് ലേൺഡ് ഇൻ വൺ സിറ്റുവേഷൻ ടു എ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ക്യാൻ ബി ടേംഡ് ആസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് നെഗറ്റീവ് ട്രാൻസ്ഫർ, രണ്ടാമത്തത് ഹൈ റോഡ് ട്രാൻസ്ഫർ, മൂന്നാമത്തത് സീറോ ട്രാൻസ്ഫർ, നാലാമത്തത് നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് അബ്സ്ട്രാക്ട് നോളജ് ലേൺഡ് ഇൻ വൺ സിറ്റുവേഷൻ, നമ്മൾ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോയപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അറിവ് ടു എ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ക്യാൻ ബി ടേംഡ് ആസ്, അത് മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അത് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ഒരു കോമൺ സെൻസിക്കൽ നോളജ് വെച്ച് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അല്ലേ? എന്തായിരിക്കും അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്? ഓപ്ഷൻ 2 ആണ് അല്ലേ? ഹൈ റോഡ് ട്രാൻസ്ഫർ ആണ്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു അറിവ് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പം അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ് അതേപോലെ മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ ആ അറിവ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊരു ഹയർ ലെവൽ ഓഫ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ വരുന്നത് എന്താണ്? 2 ആണ് കേട്ടോ. ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്താണെന്നുള്ളതും പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു പോയിൻ്റായിട്ട് ഞാൻ നോട്ട് ചെയ്ത് പോയതാണ്. നോക്കിയേ, നെഗറ്റീവ് ട്രാൻസ്ഫർ ഒക്വേഴ്സ് വെൻ നോളജ് ഓഫ് വൺ സ്കിൽ ക്യാൻ ഹിൻഡർ അനദർ. അപ്പോൾ നമ്മളൊരു സാഹചര്യത്തിൽ നമ്മൾ പഠിച്ച അറിവ് മറ്റൊരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയെ അല്ലെങ്കിൽ ഗമനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ട്രാൻസ്ഫറാണ്. ഓക്കെ, അത് നമ്മൾ പോസിറ്റീവായിട്ടല്ല ഹെൽപ്പ് ചെയ്യുന്നത്, നെഗറ്റീവായിട്ടാണ്. അതിനെ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. ഹൈ റോഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്വേഴ്സ് വെൻ ദ ലേണർ കോൺഷ്യസ്ലി ആൻഡ് ഡെലിബറേറ്റ്ലി. ഈ 2 വാക്കുകൾ പ്രധാനപ്പെട്ടാണ് കേട്ടോ. കോൺഷ്യസ് ആയിട്ട് നമ്മൾ ബോധത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വമായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു വാക്ക് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ മൈൻഡ്ഫുള്ളി നമ്മൾ സ്വയമായിട്ട് തീരുമാനിച്ച് എന്ത് ചെയ്യാണ്? ഇവാലുവേറ്റ് ദ ന്യൂ സിറ്റുവേഷൻ ആൻഡ് അപ്ലൈസ് പ്രീവിയസ് ലേണിംഗ്. നേരത്തെ കിട്ടിയ അറിവ് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടെ? ഹൈ റോഡ് ട്രാൻസ്ഫറിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് വരാനായിട്ട് സാധിക്കും തെറ്റാതെ. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡ്സ് ഓഫ് അസസ്മെൻറ്റ് ദ പൊട്ടൻഷ്യൽ ഫോർ ഇൻക്രീസിങ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഈസ് ഒപ്റ്റിമം. അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഒപ്റ്റിമം ആകുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ബേസ്ഡ് ഇവാലുവേഷനിലാണോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെസ്റ്റിംഗ് ബേസ്ഡ് അസസ്മെൻറ്റിലാണോ, അല്ലെങ്കിൽ സമ്മേറ്റീവ് അസസ്മെൻറ്റിലാണെങ്കിലോ, അല്ലെങ്കിൽ ലാസ്റ്റ് നോം റെഫറൻസ് ബേസ്ഡ് ടെസ്റ്റിംഗ് അസസ്മെൻറ്റിലാണോ നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അതിൻ്റെ ടോപ്പ് ലെവലിൽ എത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഈ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ. ഓക്കെ, അതിൽ നിന്ന് ചോദ്യം ഉണ്ടാകും. ഫോർമൽ ഇൻഫോർമൽ ഇവാലുവേഷനൊക്കെ നമുക്ക് അറിയാം അല്ലേ? ഇവിടെ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇൻട്രിൻസിക് മോട്ടിവേഷൻ അതിൻ്റെ ഹയർ ലെവലിലെത്തുന്നത് എന്തിലായിരിക്കും? ഓപ്ഷൻ എ ആണ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ബേസ്ഡ് ഇവാലുവേഷനിലാണ് കേട്ടോ അല്ലേ?
നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു. ആ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു 1-2 യൂണിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു എക്സാം ഇടുന്നു അല്ലേ. ആ എക്സാം ഇട്ട് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു, പക്ഷേ നമുക്ക് മാർക്ക് കിട്ടിയില്ല. പക്ഷേ ആ മാർക്ക് കിട്ടിയില്ല എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനായിട്ട് പ്രേരകമായി തീരും. അത് സ്വയമേ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊരു ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്, അതിൻ്റെ ഹയർ ലെവലിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കവിടെ കൃത്യമായിട്ട് ഉത്തരത്തിലെത്താനായിട്ട് പറ്റുന്നത് ഓപ്ഷൻ എയിലാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ അടുത്ത UGC നെറ്റ് എക്സാം നമ്മുടെ മുമ്പിൽ ഉണ്ട് അല്ലേ. അപ്പോൾ അടുത്ത എക്സാമിന് പ്രത്യേകിച്ച് നമുക്ക് ഈ UGC നെറ്റ് എക്സാമിൻ്റെ ഫസ്റ്റ് പേപ്പർ എങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി ഒരു JRF എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഇന്നേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് 90 ദിവസങ്ങൾ കൊണ്ട് ഫസ്റ്റ് പേപ്പർ പഠിച്ചെടുക്കാനായിട്ടുള്ളൊരു നല്ല കോഴ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനായിട്ടുള്ളൊരു അവസരമാണ് ഇത്. ഏറ്റവും വേഗത്തിൽ പഠിച്ചു തീർക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഉണ്ടാകും. അപ്പം ഒരു 90 ഡേയ്സ് ക്രാഷ് കോഴ്സാണ്. തീർച്ചയായിട്ടും ഈ കോഴ്സ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ വിളിച്ച് അന്വേഷിക്കണം. അപ്പം കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾ 97 78 82 62 92 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. കോഴ്സ് ഡീറ്റെയിൽസ് അന്വേഷിക്കുക, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാം. അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് JRF എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. ഓക്കെ, അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.